മാവോയിസ്റ്റുകാരുടെ അർബൻ നക്സൽസ് പോലെ ഇസ്ലാമിക വെർഷനാണ് വൈറ്റ് കോളർ ഇസ്ലാമിക് ടെററിസം അഥവാ അർബൻ ഇസ്ലാമിക് ടെററിസം. ഡൽഹി, ഹരിയാന, UP, കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത എല്ലാ തീവ്രവാദികളും ഡോക്ടർമാരാണ്. അർബൻ നക്സൽസ് പോലെ സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവർ, പെട്ടെന്ന് സംശയിക്കാൻ കഴിയാത്ത ഒരു ഗ്രൂപ്പ്, എല്ലാവരും പ്രൊഫഷണലുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ അർബൻ ഇസ്ലാമിക് ടെററിസം എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആഫ്ലുവൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആതുര സേവന രംഗത്തുള്ളവരാണ് ഡൽഹി സ്ഫോടനത്തിൽപ്പെട്ടുള്ളവരുടെ എല്ലാവരും. ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രൊഫഷണൽസാണ് എല്ലാവരും. 140 കോടിയിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്താൻ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ എന്തിനു തിരഞ്ഞെടുത്തു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. 2022 മുതൽ തുർക്കിയിൽ അതിൻ്റെ ആലോചനകൾ തുടങ്ങി എന്നാണ് വാർത്ത. 2047 ആകുമ്പോഴേക്കും ഭാരതത്തെ ഒരു ഗസ്വ-എ-ഹിന്ദ് ആയി പ്രഖ്യാപിക്കണം എന്നാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തെ നിയന്ത്രിക്കുന്ന സംഘടനകളുടെ തീരുമാനം. അതായത് ഭാരതത്തെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഇപ്പോൾ തന്നെ 100 കോടിയോളം വരുന്ന ഹിന്ദുക്കളെ അടുത്ത 22 വർഷം കൊണ്ട് ഉന്മൂലനം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര സ്ഫോടനം നടത്തും? എത്ര പേരെ നേരിട്ട് ആക്രമിക്കാൻ പറ്റും? അതിനൊരു പോംവഴി ആയിട്ടാണോ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്തത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ബയോളജിക്കൽ വാർഫെയർ പണ്ടും പലരും പരീക്ഷിച്ചിട്ടുണ്ട്. 1346 മംഗോളിയയും 1710 റഷ്യയും പ്ലേഗ് എന്ന ബാക്ടീരിയയെ യുദ്ധത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആന്ത്രാക്സ് എന്ന ബാക്ടീരിയയെ ഉപയോഗിച്ച് മൃഗങ്ങളിൽ രോഗമുണ്ടാക്കി പട്ടാളക്കാർക്കുള്ള ഫുഡ് സപ്ലൈ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. കോവിഡ് പോലും ചൈനയുടെ ബയോളജിക്കൽ വെപ്പൺ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബയോളജിക്കൽ വാർ തന്നെ ആയിരുന്നുവോ തുർക്കിയുടെ മനസ്സിലും ഉള്ളത് എന്ന് ന്യായമായി സംശയിക്കേണ്ടതാണ്. റിസിൻ എന്ന മാരക വിഷം നിർമ്മിക്കാനുള്ള പ്രേരണയും അത് തന്നെയാണോ? ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ് ഇവയൊക്കെ.